മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പഠന പരമ്പരയുടെ 10ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രത്യാശയുടെ വലിയ ചിന്ത ജൂബിലി വർഷത്തിൻ്റെ സമാപനത്തിൽ നമ്മുടെ ജീവിതത്തെ പ്രത്യേകിച്ച് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുക. പ്രത്യാശയുടെ ഭാവിയെ നോക്കുക, ജീവൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും വെല്ലുവിളി സ്വീകരിക്കുക. ഈ 2 ആശയങ്ങളാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രധാന വിഷയങ്ങൾ. പ്രത്യാശയുടെ അടയാളങ്ങൾ, ദുരിതമനുഭവിക്കുന്നവർക്ക് തടവറകളിലെ ജൂബിലി സന്ദേശം എന്നിവ സംയോജിപ്പിച്ച് പ്രത്യാശ എന്ന കേന്ദ്ര ആശയം ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. 2 പ്രധാന മാനങ്ങളുണ്ട്. ഒന്ന്, പുതിയ ജീവൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ. രണ്ടാമതായിട്ട്, ദുരിതമനുഭവിക്കുന്നവർക്ക് മോചനം നൽകിക്കൊണ്ടുള്ള സാമൂഹിക പ്രത്യാശ. മൈക്രോ ലെവലിലും മാക്രോ ലെവലിലുമുള്ള 2 കാര്യങ്ങളാണ് പറയുക. പുതിയ ജീവൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും ദുരിതമനുഭവിക്കുന്നവർക്ക് മോചനം നൽകിക്കൊണ്ടുള്ള സാമൂഹ്യ പ്രത്യാശയും. പ്രത്യാശ എന്ന് പറഞ്ഞാൽ ജീവൻ, പങ്കുവയ്ക്കൽ, വിമോചനം, ഈ 3 കാര്യങ്ങൾ ചേരുമ്പോഴേ ഒരു യഥാർത്ഥ പ്രത്യാശ ഉണ്ടാവുകയുള്ളൂ. ഒരാമുഖമായിട്ടൊരു ചോദ്യം തന്നെ നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. ഒരു വ്യക്തിയിലോ സമൂഹത്തിലോ പ്രത്യാശയുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? പ്രത്യാശയുടെ ഒരു നിർവചനം പറയുക അത്ര എളുപ്പമല്ലെങ്കിൽ പോലും 2 ലക്ഷണങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. 2 ലക്ഷണങ്ങൾ പ്രത്യാശയുടെ ജീവിതത്തിൽ. ഒന്ന്, ജീവിതത്തോടുള്ള ആവേശമാണ്. ജീവിക്കാനായിട്ട് ഉത്സാഹമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ജീവിക്കാനുള്ള ഒരു ആവേശമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, പങ്കുവയ്ക്കാനുള്ളൊരു സന്നദ്ധതയാണ്. നമ്മിലുള്ള നന്മ മറ്റുള്ളവരിലേക്കും പുതിയ തലമുറയിലേക്കും പകരുവാനുള്ള മനസ്സ്. വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ആവേശം നഷ്ടപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സാമൂഹിക പ്രതിസന്ധി എന്ന് പറയുക. ഇപ്പം പ്രത്യാശയ്ക്ക് നമുക്കൊരു നിർവചനം കൊടുക്കുക എളുപ്പമല്ല. പക്ഷേ 2 ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഒന്ന്, ജീവിതത്തോടുള്ള ആവേശവും, 2, പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയും. അവിടെ അവരുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ആവേശം നഷ്ടപ്പെടുകയാണ്. ജീവിതത്തോടുള്ള ആവേശവും അതുപോലെ പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയും അതിനുള്ള ആവേശം നഷ്ടപ്പെടുത്തുന്നതാണ് ഒരു സാമൂഹിക പ്രതിസന്ധിയായിട്ട് പറയുക. അതുപോലെ പ്രത്യാശയുടെ അഭാവം എന്ന് പറയുന്നതും ജീവൻ്റെ വെല്ലുവിളിയും. ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജനന നിരക്കിലെ പതനം, അത് പ്രത്യാശയില്ലായ്മയുടെ ഒരു ഫലമാണ്. പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ജീവൻ പകർന്നു നൽകാനുള്ള ആഗ്രഹം ഇല്ലാതാകുന്നു. ഇത് ജനന നിരക്കിലെ പതനത്തിലേക്ക് നയിക്കും. ഇതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ള ഭീതിയാണ്, സാമൂഹിക സുരക്ഷാ നയങ്ങളുടെ അഭാവമാണ്, തൊഴിലിലെ അരക്ഷിതാവസ്ഥയാണ്. അതുപോലെ തന്നെ ഉപഭോക്തൃപരത എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീവ്രമായ ഒരു ഉപഭോഗം, വസ്തുക്കളുടെ ഉപഭോഗം ഉണ്ടാകുന്നത് കൊണ്ട് അതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ ഉപഭോഗശീലം നിലനിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ജനസംഖ്യാ വളർച്ചയെ കുറ്റപ്പെടുത്തുന്നതാണ്. യഥാർത്ഥ പ്രശ്നങ്ങളെ നേരിടാൻ വിസമ്മതിച്ചുകൊണ്ട് അവർ ജനസംഖ്യയെ എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. അതുപോലെ യുവജനങ്ങളോടുള്ളൊരു ആഹ്വാനമുണ്ട്. പുതിയ തലമുറയ്ക്ക് ജന്മം നൽകുവാനുള്ള അഭിലാഷം യുവജനങ്ങളിൽ വളരണം. സാഫല്യത്തിൻ്റെ അടയാളമാണ്. ഭരണകൂടത്തിൻ്റെ കടമയെക്കുറിച്ചിവിടെ പറയുന്നുണ്ട്. പൊതുജീവൻ സ്വീകരിക്കുന്ന കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഉത്തരവാദിത്തപൂർണമായ നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. അത് ഭരണകൂടത്തിൻ്റെ കടമയാണ്. ദുരിതമനുഭവിക്കുന്നവർക്കേണ്ട ഒരു ജൂബിലി സന്ദേശം കൂടി നമ്മളിവിടെ കാണുകയാണ്. 2ാമത്തെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുക. അതിൻ്റെ 2ാമത്തെ ഭാഗത്ത് ദുരിതം അനുഭവിക്കുന്നുള്ള ജൂബിലി സന്ദേശമാണ്. പ്രത്യാശയുടെ വ്യക്തമായ അടയാളം ആയിട്ട് ആഹ്വാനം നൽകപ്പെടുന്നത് ദുരിതമനുഭവിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് തടവുകാർക്ക് പ്രത്യാശയുടെ സ്പഷ്ടമായ അടയാളങ്ങൾ നൽകാനാണ് ഈ ജൂബിലി വർഷത്തിൽ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുക.
തടവുകാരുടെ ദുരിതം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ഖനിക്കപ്പെട്ട, സ്നേഹം നിരസിക്കപ്പെട്ട വ്യക്തിത്വത്തിന് നേരെയുള്ള അനാദരവും അനുഭവിക്കുന്നൊരു സമൂഹമാണ്. അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, സ്നേഹം നിരസിക്കപ്പെടുന്നു, അവരുടെ വ്യക്തിത്വത്തിന് നേരെയുള്ള അനാദരവ് സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഭരണകൂടത്തോടുള്ള ആഹ്വാനമുണ്ട്. തടവുകാർക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അവരെ സഹായിക്കണം. അതിന് ജൂബിലിയുടെ ഉദ്യമങ്ങളായിട്ട് പറയുന്നത് പൊതുമാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. പൊതുമാപ്പോ വിട്ടയക്കാവുന്ന മറ്റു രീതികളോ പരിഗണിക്കുക. രണ്ടാമത് പുനരധിവാസ പദ്ധതികളാണ് പറഞ്ഞേക്കുക. നിയമത്തെ അനാദരിക്കുന്ന പ്രതിബദ്ധതയോടെ സമൂഹത്തിലേക്ക് വീണ്ടും ഉൾക്കൊള്ളാനുള്ളകുന്ന പദ്ധതികൾ ഉണ്ടാകണം. ജൂബിലി എന്നത് പഴയ നിയമത്തിലെ വിമോചന സങ്കല്പത്തിൻ്റെ ഒരു ആധുനിക ആവിഷ്കാരമാണ് എന്ന് ഈ എഴുത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. ബൈബിളിലെ വിമോചന സന്ദേശവും കടമയും നമുക്കറിയാവുന്നതാണ്. വിമോചനത്തിൻ്റെ ഒരു പൗരാണിക ആഹ്വാനം എന്ന് പറയുന്ന ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യമാണ്. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അതുപോലെ യെശയ്യായുടെ പുസ്തകം 61-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു. ഈശോയുടെ പൂർത്തീകരണം അത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വന്നത് കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനാണ്. അതാണ് ഒരു വിമോചനത്തിൻ്റെ പൗരാണികമായ ബൈബിൾ അധിഷ്ഠിതമായ ആഹ്വാനം എന്ന് പറയുന്നത്. അപ്പം വിശ്വാസികളുടെ കടമ ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അന്തസ്സുറ്റ അവസ്ഥയിലായിരിക്കണം. തടവറയിൽ കഴിയുന്ന മനുഷ്യർക്ക് അന്തസ്സുറ്റ അവസ്ഥയും മാനുഷിക അവകാശങ്ങളും ഉറപ്പുവരുത്തുവാൻ സഭയും വിശ്വാസികളും ആവശ്യപ്പെടണം. അതുപോലെ തന്നെ വധശിക്ഷ നിരാകരിക്കപ്പെടണം. വധശിക്ഷ എന്ന് പറയുന്നത് ക്ഷമയുടെയും പുനരധിവാസത്തിൻ്റെയും എല്ലാ പ്രത്യാശകളുടെയും റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. വധശിക്ഷ എന്ന് പറയുന്നത് അവിടെ ക്ഷമിക്കപ്പെടുന്ന കാര്യമില്ല, ഒരു പുനരധിവാസത്തിൻ്റെ മേഖലകളില്ല. അവർക്ക് മാനസാന്തരപ്പെടാനുള്ളൊരു സാധ്യത നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ വധശിക്ഷയുടെ സമയത്ത്. അതുകൊണ്ടാണ് അത് ക്രൈസ്തവ വിശ്വാസത്തിന് നേരെതിരായതുകൊണ്ടാണ് വധശിക്ഷ നിരാകരിക്കണമെന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യൻ്റെ അന്തസ്സ് അംഗീകരിച്ചുകൊണ്ടുള്ള നീതിയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പഠനത്തിൻ്റെ വിചിന്തനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് പ്രത്യാശയുടെ ഉടമ്പടിയും ആനന്ദവും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം. പ്രത്യാശയുടെ സാമൂഹികമായ ഉടമ്പടി എന്ന് പറയുന്നത് ജീവൻ സ്വീകരിക്കാനും ദുരിതമനുഭവിക്കുന്നവരെ വിമോചിക്കാനും വേണ്ടിയുള്ള സാമൂഹിക ഉടമ്പടിയാണ് നമുക്ക് വേണ്ടത്. ഈ ഉടമ്പടി ഉൾക്കൊള്ളുന്നതായിരിക്കണം. ഒന്ന്, പ്രത്യാശയില്ലായ്മയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, അതായത് ഭൗതിക യാഥാർത്ഥ്യങ്ങളെ മാത്രം അന്വേഷിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ഇടുങ്ങിയ വ്യക്തിഗത ചിന്തയിലേക്കും ദുഃഖത്തിലേക്കും നമ്മെ നയിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യാശയില്ലായ്മയുടെ ഒരു ഫലമെന്ന് പറയുന്നത് ഭൗതിക യാഥാർത്ഥ്യങ്ങളെ മാത്രം നിങ്ങൾ തപ്പി നടന്നാൽ ഇടുങ്ങിയ വ്യക്തിത്വ ജീവിതത്തിലേക്കുണ്ടാവും. ഇടുങ്ങിയ വ്യക്തിത്വ ജീവിതം വരുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിയാണ്. അതിന് സമ്പർക്കം നഷ്ടപ്പെട്ടു പോകുമ്പോൾ തന്നെ ദുഃഖത്തിലേക്ക് വരും. അവസാനം ഒരു വലിയ പ്രത്യാശയില്ലായ്മയുടെ ഒരു ജീവിതം നയിക്കുന്ന കാരണമായി തീരും. അപ്പോൾ അതിനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് തൊട്ടിലുകൾ നിറയ്ക്കുന്നൊരു ഭാവിക്ക് വേണ്ടി, അതായത് ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകുന്നൊരു ഭാവിക്ക് വേണ്ടിയും തടവറയുടെ പ്രത്യാശയുടെ കവാടങ്ങളാകുന്ന ഒരു നല്ല നാളേക്കും വേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്നാണ് പറയുക. അങ്ങനെ ജീവൻ്റെ ദൗത്യം നമ്മൾ വീണ്ടെടുക്കുകയാണ് ചെയ്യുക. ഈശോ വന്നത്, ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിലേക്ക് വന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകുവാനും വന്ന ഈശോയുടെ വലിയൊരു സ്നേഹത്തിൻ്റെ ഭാവം നമുക്കുണ്ടാവട്ടെ. പ്രത്യേകിച്ച് ക്രിസ്മസിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം കൂടുതൽ അടുത്ത് വരുന്ന സമയത്ത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടുതൽ പ്രത്യാശയിലേക്ക് വളരുവാനായിട്ട് സാധിക്കട്ടെ. വ്യക്തിപരമായി നമ്മൾ പ്രത്യാശയിലേക്ക് വരുമ്പോൾ സാമൂഹ്യപരമായിട്ട് കൂടി നമുക്ക് പ്രത്യാശയിൽ മറ്റുള്ളവരെ വളർത്താനും കൂടി നമുക്ക് സാധിക്കണം എന്ന കാര്യം കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പായിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചാണ് സാധാരണ നമ്മുടെ ജീവിതത്തെ ക്ലാസ്സുകൾ നമ്മൾ നിർത്തുന്നത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മളൊരു ചോദ്യമുണ്ടായിരുന്നു. ഒരു വ്യക്തിയിലോ സമൂഹത്തിലോ പ്രത്യാശയുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട് എന്ന് ഞാൻ എങ്ങനെ അറിയും?
അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഒരു പ്രത്യാശയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ഈ രണ്ട് കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു ചോദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ ചോദിക്കാം. അതിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ പ്രത്യാശയോടുകൂടി ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് നമുക്ക് യാത്രയാവാം.